മുസ്ലിം ലീഗ് വളരെ ആത്മവിശ്വാസത്തിൽ പറയുകയാണ് ഇത്തവണ ഞങ്ങൾ 25 സീറ്റ് വരെ വിജയിച്ചേക്കും എന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. 20 മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാണ്. 5 മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടം എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത്. അതിൽ പേരാമ്പ്രയുണ്ട്, അഴീക്കോടുണ്ട്, കൂത്തുപറമ്പുണ്ട്, ഗുരുവായൂരുണ്ട്, കളമശ്ശേരിയുണ്ട്. ഇവിടെ ഈ മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് മത്സരം. അതിൽ നമുക്ക് ശ്രദ്ധേയമായ 2 മണ്ഡലങ്ങൾ നമ്മൾ എടുക്കുകയാണ്. അതിലൊന്ന് പേരാമ്പ്രയും അതിലൊന്ന് ഗുരുവായൂരുമാണ്. ഒപ്പം തന്നെ കളമശ്ശേരി നമ്മൾ നേരത്തെ പറഞ്ഞു CPM അവരുടെ കണക്കിൽ കളമശ്ശേരി കൂട്ടുന്നില്ല. അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം അവിടെയും നടന്നു എന്ന് വ്യക്തമാണ്. 25 സീറ്റ് എന്ന് പറയുന്ന ഒരു സ്വപ്ന നമ്പറിലേക്കൊക്കെ പോകാൻ ലീഗിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കുമെന്ന് അമ്പരപ്പോടെ കാണുന്ന ആളുകളുണ്ട്. അവർക്ക് മുന്നിലേക്കാണ് ഒരു പക്ഷേ 25 കിട്ടിയാലും അതിശയപ്പെടേണ്ടതില്ല എന്ന് ലീഗ് പറയുന്നത്. അപ്പോൾ എത്രമാത്രം വലിയൊരു പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, അതിന്റെ റിസൾട്ട് ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അതോടൊപ്പം തന്നെ പേരാമ്പ്ര LDF കൺവീനർ നേരിട്ട് മത്സരിക്കാൻ ഇറങ്ങിയ പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്രിയക്കെതിരെ TP രാമകൃഷ്ണൻ പോരാട്ടം നടത്തിയ പേരാമ്പ്രയിലെ റിസൾട്ട് എങ്ങനെയാകുമെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. ഗുരുവായൂരിലെ റിസൾട്ട് എന്താകും എന്നാണ് ലീഗ് കരുതുന്നത്. ഒപ്പം കളമശ്ശേരി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസ്ലം, കളമശ്ശേരി CPMന്റെ കണക്കിലില്ല. അവിടെ P രാജീവ് തോൽക്കും എന്നാണ് അവരുടെ കണക്ക്. മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ MLA-മാർ, ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ MLA-മാരുള്ള ഒരു നിയമസഭയായി വരുന്ന നിയമസഭ മാറുമെന്നുള്ള ആത്മവിശ്വാസമാണ് ലീഗിനുള്ളത്. പൊതുവെ യുഡിഎഫിന് അനുകൂലമായ ഒരു തരംഗം, ലീഗിന്റെ ചിട്ടയായ പ്രവർത്തനങ്ങൾ, ന്യൂനപക്ഷ വോട്ടിങ്ങിലുണ്ടായ SIR-ന്റെ ആശങ്കയിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഒരെണ്ണം പോലും വിടാത്ത രീതിയിൽ വലിയ തോതിൽ വോട്ട് ചെയ്തത് ഉൾപ്പെടെയുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും, മാത്രമല്ല സ്ഥാനാർത്ഥി മികവ്, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ, ഏറ്റവും പുതിയ സ്ഥാനാർത്ഥികളെ, യുവാക്കളെ യുവതികൾക്ക് രംഗത്തിറക്കി നടത്തിയ പരീക്ഷണങ്ങൾ, ഇതെല്ലാം അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് ലീഗിന്റെ കണക്ക്. ലീഗ് ഓരോ ജില്ലകളിൽ എടുത്ത് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഒരു സീറ്റ് പോലും പരാജയപ്പെടുമെന്നോ അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ചാണെന്നുള്ള ഒരു സംശയം പോലും മലപ്പുറം ജില്ലയിലില്ല. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട താനൂർ, വി അബ്ദുറഹ്മാൻ വിജയിച്ച താനൂരിൽ ഇത്തവണ അത് PK നവാസിലൂടെ, MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിലൂടെ തിരിച്ചുപിടിക്കുമെന്നുള്ളതാണ് ലീഗിന്റെ കൃത്യമായ കണക്കുകൂട്ടൽ. രണ്ടാമത്തെ ജില്ലയിലേക്ക് വരുമ്പോൾ കോഴിക്കോട് ജില്ലയാണ്. അവിടെ 6 സീറ്റുകളിലാണ് മത്സരിച്ച. കഴിഞ്ഞ ഒരു സീറ്റ് മാത്രമാണ്, കൊടുവള്ളി മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. ഇത്തവണ കൊടുവള്ളി നിലനിർത്തുന്നു മാത്രമല്ല, കഴിഞ്ഞ നഷ്ടപ്പെട്ടു പോയ കുറ്റ്യാടിയും കോഴിക്കോട് സൗത്തുമെല്ലാം തിരിച്ചുപിടിക്കും. അതിനപ്പുറത്തേക്ക് തിരുവമ്പാടി സീറ്റ് കൂടി, തിരുവമ്പാടി കുന്നമംഗലവും 2 സീറ്റും കുറച്ചു നാളായി നഷ്ടപ്പെട്ട 2 സീറ്റ് കൂടി തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പിക്കുന്ന സീറ്റുകളിലേക്ക് അവർ വെക്കുകയാണ്. അവർക്ക് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയിൽ മാത്രമാണ് ഇഞ്ചോടിഞ്ച് മത്സരം എന്നുള്ളൊരു കാര്യമുള്ളത്. അവിടെ പോലും TP രാമകൃഷ്ണനെ മറികടക്കാൻ കഴിയുന്നുള്ള പ്രവർത്തനം ഫാത്തിമ തഹ്ലിയയും UDF-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലൂടെ കമ്മ്യൂണലായ ഒരു സാമുദായികമായ വിഭജന വോട്ടർമാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു സംശയം ലീഗിനുണ്ട്. മാത്രമല്ല അവസാന ഘട്ടത്തിൽ BJP ആ മണ്ഡലത്തിൽ നിശബ്ദമായതുമൊക്കെ ചെറിയ സംശയം നൽകുന്നുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വിജയ സാധ്യത. എന്നാൽ പോലും കടുത്ത മത്സരങ്ങൾ നടന്നൊരു മണ്ഡലമായിട്ടാണ് പേരാമ്പ്രയെ കാണുന്നത്. കാസർഗോഡ് 2 മത്സരങ്ങളും BJP